അസ്സലാമു അലൈക്കും. 5ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 29-ാമത്തെ പേജാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചില ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് അൽ മത്വാർ എയർപോർട്ട്, അൽ മദ്റജ് റൺവേ, മുളീഫത്തു ത്വാഇറ എയർ ഹോസ്റ്റസ്, അത്വാഇറ എയറോപ്ലെയിൻ, അത്വയ്യാർ പൈലറ്റ്, ജവാസു സഫർ പാസ്പോർട്ട്. വിമാനയാത്രയുമായി ബന്ധപ്പെട്ട ചില വാക്കുകളാണ് ഈ പാഠത്തിൽ നമ്മൾ പുതുതായി പഠിക്കുന്നത്. അവയാണ് ഇവിടെ ചിത്രസഹിതം കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത പേജിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു സംഭാഷണം പൂരിപ്പിക്കാനുണ്ട്. നുക്മിലുൽ മുക്കാലമ, സംഭാഷണം പൂരിപ്പിക്കാം. ഇത്തസല വാലിദു ഫവാസ് ബിശ്ശുർത്തതി അബ്റൽ ജവാൽ. ഇത്തസല കോണ്ടാക്ട് ചെയ്തു, വാലിദു ഫവാസ് ഫവാസിന്റെ ഉപ്പ, ബിശ്ശുർത്ത പോലീസിനെ, അബ്റൽ ജവാൽ മൊബൈൽ ഫോൺ വഴി. അപ്പോൾ ഫോണിൽ നമ്മുടെ ഫവാസിന്റെ ഉപ്പ പോലീസിനെ വിളിച്ചു. നമുക്കറിയാം, നമ്മുടെ പാഠഭാഗത്ത് നേരത്തെ നമ്മൾ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയെ വഴിയരികിൽ കാണുകയും അവരുടെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ ഇവർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഈ സ്ത്രീയെ വൃദ്ധസദനത്തിലേക്ക് ഏൽപ്പിക്കാനാണ്. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആ സ്ത്രീയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ നമ്മുടെ ഫവാസിൻ്റെ ഉപ്പാക്ക് തോന്നിയില്ല, അല്ലെങ്കിൽ ഫവാസിൻ്റെ കുടുംബത്തിന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവർ ആ സ്ത്രീയെ സുരക്ഷിതമാക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ കൊടുത്തിരിക്കുന്ന സംഭാഷണത്തിൽ തുടക്കം വാലിദു ഫവാസ്, ഫവാസിന്റെ ഉപ്പ എന്താ പറയുന്നത് എന്ന് കൊടുത്തില്ല. അപ്പോൾ ടെലിഫോൺ സംഭാഷണമായതുകൊണ്ട് നമുക്കിവിടെ ഹലോ എന്ന് ചേർക്കണം. ഹലോ, അസ്സലാമു അലൈക്കും. സംഭാഷണം തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ സലാം ഉപയോഗിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം അതിൻ്റെ മറുപടി പറയാണ് വ അലൈക്കും അസ്സലാം. മൻ മഈ, ആരാ എൻ്റെ കൂടെയുള്ളത്? മൻ മഈ. ഫോണിലുള്ള സംഭാഷണമാകുമ്പോൾ മൻ മഈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഈ ഫോണിൻ്റെ മറുഭാഗത്ത് സംസാരിക്കുന്നത് ആരാണ്? വാലിദു ഫവാസ് മഅക ഖാലിദ്, നിങ്ങളുടെ കൂടെയുള്ളത് ഖാലിദാണ്, ഞാൻ ഖാലിദാണ് എന്നാണ് ഉദ്ദേശം. അശ്വർത്ത മിൻ ഐന തത്തസിലു, നീ എവിടുന്നാ വിളിക്കുന്നത്? മിൻ ഐന, എവിടെ നിന്നാണ്? തത്തസിലു, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത്, നിങ്ങൾ എവിടുന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? അപ്പോൾ എവിടുന്നാ വിളിക്കുന്നത്? നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വഴി അരികിലാണ്, അങ്ങാടിയിലേക്ക് സൂക്കിലേക്ക് പോകുന്ന വഴി അരികിലാണ് നമ്മുടെ സ്ത്രീയെ കാണുന്നത്. അവിടെ വെച്ച് തന്നെയാണ് ഫവാസിന്റെ ഉപ്പ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മിൻ ജാനിബി ത്വരീഖി ഇല സൂഖ്, അയാളുള്ളത് സൂക്കിലേക്ക് പോകുന്ന വഴിയരികിലാണ്. അപ്പോൾ ഷൂർത്ത് ചോദിക്കുകയാണ്, അവിടെ എന്താ സംഭവം, അവിടെ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ചോദിക്കുകയാണ് മാസ അസ്വാബ, എന്താണ് പറ്റിയത്? അപ്പോൾ വാലിദ് ഫവാസ്, ഫവാസിന്റെ ഉപ്പ പറയാണ് ഹുന സയ്യിദത്തുൻ അജൂസുൻ ബി ജാനിബി ത്വരീഖ്. ഹുന, ഇവിടെയുണ്ട്, സയ്യിദത്തുൻ ഒരു സ്ത്രീ, അജൂസുൻ വൃദ്ധയായ, ബി ജാനിബി ത്വരീഖ് വഴിയരികിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഇവിടെ ഉണ്ട്. അപ്പോൾ ഷുർത്ത ചോദിക്കുകയാണ് മൻ മഅഹ, ആരാ അവരുടെ കൂടെ ഉള്ളത്? അപ്പോൾ വാലിദ് ഫവാസ് പറയാണ് കൂടെ ആരുമില്ല, അവരൊറ്റക്കാണല്ലോ. അപ്പം അതുകൊണ്ട് വാലിദ് ഫവാസ് പറയാണ് ഹിയ വഹീദത്തുൻ, ഹിയ വഹീദത്തുൻ, അവൾ ഒറ്റക്കാണ്. ലാ യൂജദു അഹദുൻ മഅഹ, ലാ യൂജദു കാണുന്നില്ല, അഹദുൻ ഒരാളും, മഅഹ അവളുടെ കൂടെ ആരെയും കാണുന്നില്ല. വഹിയ മഹ്ജൂറത്തുൻ, വഹിയ മഹ്ജൂറത്തുൻ, മഹ്ജൂറത്ത്, ഹജ്ജറ എന്ന വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്.
ഉപേക്ഷിച്ചു എന്ന് നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പറയാണ് അവൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. വഹിയ മഹ്ജൂറത്തുൻ, അവൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഷുർത്ത് പറയാണ് സനസിലുയിലേക്ക് ഫൗറൻ, ഞങ്ങൾ പെട്ടെന്ന് വരാം. സനസിലു, ഞങ്ങൾ എത്താം. ഇലേക്ക, നിങ്ങളിലേക്ക്. ഫൗറൻ, പെട്ടെന്ന്. വാലിദ് ഫവാസ് ശുക്രൻ. ഷുർത്ത മഅസ്സലാമ. തൊട്ട് താഴെ ഒരു ചിത്രം കൊടുത്തതായി കാണാം. നുലാഹിലു വനു അബ്ബിറു. നുലാഹിലു നമുക്ക് നോക്കാം, വനു അബ്ബിറു എന്നിട്ട് വിശകലനം ചെയ്യാം. അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം ഒരു ആൺകുട്ടി മൊബൈൽ ഫോണിൽ അവൻ്റെ കുടുംബത്തിൻ്റെ ചിത്രം നോക്കുകയാണ്. കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ചിത്രമാണ്. ഷാഹദ ഫവാസ്, ഫവാസ് നോക്കി. ഫി ജവ്വാലി വാലിദിഹി, ജവ്വാല് മൊബൈൽ ഫോൺ, വാലിദിഹി അവൻ്റെ ഉപ്പയുടെ മൊബൈൽ ഫോണിൽ, സൂറത്ത ഉസ്റത്തിഹി അൽ ഖദീമ, സൂറത്ത് ഫോട്ടോ ചിത്രം, ഉസ്റത്തിഹി അവൻ്റെ കുടുംബത്തിൻ്റെ, അൽ ഖദീമ പഴയ, അവൻ്റെ കുടുംബത്തിൻ്റെ ഒരു പഴയ ഫോട്ടോ അവൻ്റെ ഉപ്പാൻ്റെ ഫോണിൽ കാണുന്നുണ്ട്. ഫസഅല ഫവാസ്, അങ്ങനെ ഫവാസ് എന്ത് ചെയ്തു, ചോദിച്ചു. അൻ അഅ്ളാഇൽ ഉസ്റ, ആ കുടുംബത്തിലെ അംഗങ്ങളെ പറ്റി നമ്മുടെ ഫവാസ് ചോദിച്ചു. അവിടെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഉള്ള ചില കുടുംബാംഗങ്ങളുടെ പേരുകൾ നമുക്ക് പഠിക്കാം. അവർക്ക് ചില ബന്ധങ്ങൾക്ക് എന്തൊക്കെയാണ് പറയുക എന്നുള്ള പേര് നമുക്കിവിടെ പഠിക്കാം. അപ്പം നമുക്കൊരു ഫാമിലി ട്രീ, ഷജറത്തുൽ ആയില തയ്യാറാക്കാം. കുടുംബാംഗങ്ങളുടെ പേരുകൾ നമുക്ക് മനസ്സിലാക്കി വെക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള ഏറ്റവും മുതിർന്നവരായ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, വെല്ലുമ്മയും വെല്ലുപ്പയും, അവർക്ക് പറയുന്നത് ജദ് ഗ്രാൻഡ് ഫാദർ, ജദ്ദത്ത് ഗ്രാൻഡ് മദർ. അത് ഉമ്മയുടെ മാതാപിതാക്കൾക്കും ഉപ്പയുടെ മാതാപിതാക്കൾക്കും ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ജദ് ഗ്രാൻഡ് ഫാദർ, ജദ്ദത്ത് ഗ്രാൻഡ് മദർ. ഇനി ഉപ്പയുടെ സഹോദരന് പറയുന്നത് അമ്മ, ഉപ്പയുടെ സഹോദരിക്ക് പറയുന്നത് അമ്മത്ത്, വാക്ക് പറയുന്നത് അബ്. ഉമ്മയുടെ സഹോദരന് പറയുന്നത് ഹാല്, ഉമ്മയുടെ സഹോദരിക്ക് പറയുന്നത് ഹാലത്ത്, ഉമ്മാക്ക് പറയുന്നത് ഉമ്മ. ഇനി നമ്മുടെ സഹോദരന്മാർ, സഹോദരൻ എന്ന വാക്കിന് അഹ്, സഹോദരി എന്ന വാക്കിന് ഉഹത്ത്. ഇനി മകൻ, മകൾ, മകന് പറയുന്നത് ഇബ്ന്, മകൾക്ക് പറയുന്നത് ബിനത്ത്. ഇനി പേരക്കുട്ടികൾ, പേരക്കുട്ടികൾക്ക് ഗ്രാൻഡ് ചിൽഡ്രന് പറയുന്നത് ഹഫീദ്, ആൺകുട്ടികൾക്ക് പറയും ഹഫീദ്, പെൺകുട്ടിയാണെങ്കിൽ ഹഫീദത്ത്. പേരക്കുട്ടികൾ എന്ന വാക്കിന് അഹ്ഫാദ്,